എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 28-ാം അധ്യായം. ടൈർ രാജാവിനെതിരെ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ടൈർ രാജാവിനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അഹങ്കാരത്തള്ളൽ കൊണ്ട് നീ പറഞ്ഞു, ഞാൻ ദേവനാണ്, സമുദ്രമധ്യേ ദേവന്മാരുടെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്നു. എന്നാൽ നീ ദൈവത്തെപ്പോലെ ബുദ്ധിമാനെന്ന് തന്നെത്താൻ കണക്കാക്കുന്നെങ്കിലും നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമാണ്. തീർച്ചയായും നീ ദാനിയേലിനേക്കാൾ ബുദ്ധിമാനാണ്. ഒരു രഹസ്യവും നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു. പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഭരിച്ചു. വ്യാപാരത്തിലുള്ള നിന്റെ വലിയ അറിവ് മൂലം നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു. ധനം മൂലം അഹങ്കരിച്ചു. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്നെ തന്നെ ദൈവത്തെപ്പോലെ ജ്ഞാനിയായി കണക്കാക്കി. അതിനാൽ ജനതകളിൽ വച്ച് ഏറ്റവും ഭീകരന്മാരായവരെ ഞാൻ നിന്റെ മേൽ അയക്കും. നിന്റെ ജ്ഞാനത്തിൻ്റെ മനോഹാരിതയ്ക്ക് നേരെ അവർ വാളൂരും. അവർ നിന്റെ തേജസ് കെടുത്തിക്കളയും. അവർ നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിടും. വധിക്കപ്പെട്ടവനെ പോലെ നീ സമുദ്രമധ്യേ മരിക്കും. നിന്നെ കൊല്ലുന്നവൻ്റെ മുൻപിൽ വെച്ച് ഞാൻ ദേവനാണ് എന്ന് നീ ഇനിയും പറയുമോ? നിന്നെ മുറിവേൽപ്പിക്കുന്നവൻ്റെ കൈകളിൽ നീ ദേവനല്ല, വെറും മനുഷ്യനാണ്. അപരിച്ഛേദിതനെ പോലെ നീ വിദേശികളുടെ കരത്താൽ മരിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ടൈർ രാജാവിനെ കുറിച്ച് ഒരു വിലാപഗാനം ആലപിക്കുക. അവനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ പൂർണ്ണതയ്ക്ക് മാതൃകയായിരുന്നു, വിജ്ഞാനം തികഞ്ഞവനും സൗന്ദര്യസമ്പുഷ്ടനും. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. മാണിക്യം, പുഷ്യരാഗം, സൂര്യകാന്തം, പത്മരാഗം, ചന്ദ്രകാന്തം, ഗോമേതകം, ഇന്ദ്രനീലം, വൈഢൂര്യം, മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു. നിന്റെ തമ്പുരുവും പുല്ലാങ്കുഴലും സ്വർണ്ണ നിർമ്മിതമായിരുന്നു. നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു. ഒരു അഭിഷിക്ത കെരൂബിനെ നിനക്ക് കാവൽ നിർത്തി. നീ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയിലായിരുന്നു. തീ പോലെ തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു. വ്യാപാരത്തിൻ്റെ പെരുപ്പത്തിൽ അക്രമവും പാപവും നിന്നിൽ നിറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഗിരിയിൽ നിന്ന് നിന്നെ ഞാൻ അശുദ്ധ വസ്തുവായി ദൂരെ എറിഞ്ഞു. നിനക്ക് കാവൽ നിന്ന കെരൂബ് തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ആട്ടിപ്പുറത്താക്കി. നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചു. നിന്റെ മഹിമയ്ക്കായി ജ്ഞാനത്തെ നീ ദുരുപയോഗപ്പെടുത്തി. നിന്നെ ഞാൻ നിലത്തെറിഞ്ഞു കളഞ്ഞു. രാജാക്കന്മാർക്ക് കണ്ടു രസിക്കാൻ നിന്നെ ഞാൻ അവരുടെ മുൻപിൽ നിർത്തി. നിന്റെ ദുഷ്കൃത്യങ്ങളുടെ ആധിക്യവും വ്യാപാരത്തിലെ അനീതിയും നിമിത്തം നിന്റെ വിശുദ്ധ സ്ഥലങ്ങൾ നീ അശുദ്ധമാക്കി. നിന്റെ മധ്യത്തിൽ നിന്ന് ഒരു അഗ്നി പുറപ്പെടുവിച്ച് എല്ലാവരും കാണുകെ ഞാൻ നിന്നെ ദഹിപ്പിച്ച് ഭസ്മമാക്കി. നിന്നെ അറിയുന്ന ജനതകൾ നിന്നെ കണ്ട് സ്തബ്ധരാകും. ഭീകരമായ അവസാനത്തിലേക്ക് നീ എത്തിയിരിക്കുന്നു. എന്നേക്കുമായി നീ ഇല്ലാതാകും. സീദോനെതിരെ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, സീദോന് നേരെ മുഖം തിരിച്ച് അവൾക്കെതിരായി പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, സീദോൻ, ഇതാ ഞാൻ നിനക്കെതിരാണ്. നിന്റെ മധ്യേ ഞാൻ എൻ്റെ മഹത്വം പ്രകടിപ്പിക്കും. എൻ്റെ ന്യായവിധി അവളിൽ ഞാൻ നടത്തും. എൻ്റെ വിശുദ്ധി അവളിൽ ഞാൻ വെളിപ്പെടുത്തും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ എല്ലാവരും അറിയും. ഞാൻ അവളുടെ നേരെ പകർച്ചവ്യാധികളെ അയക്കും. അവളുടെ തെരുവീഥികളിൽ രക്തമൊഴുക്കും. ചുറ്റും നിന്ന് അവൾക്കെതിരെ വരുന്ന വാളേറ്റു മരിക്കുന്നവർ അവളുടെ മധ്യത്തിൽ വീഴും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവരറിയും. ഇസ്രായേലിന് രക്ഷ. ഇസ്രായേൽ ഭവനത്തെ നിന്ദിച്ച അയൽക്കാരിലാരും മേലിൽ കുത്തുന്ന മുൾപടർപ്പോ മുറിവേൽപ്പിക്കുന്ന മുള്ളോ ആയിരിക്കുകയില്ല. ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ അവരറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ഭവനത്തെ ഞാൻ ഒന്നിച്ചു കൂട്ടും. ജനതകളുടെ മുൻപിൽ വെച്ച് ഞാൻ എൻ്റെ വിശുദ്ധി അവരിൽ വെളിപ്പെടുത്തും. എൻ്റെ ദാസനായ യാക്കോബിന് ഞാൻ നൽകിയ അവരുടെ സ്വന്തം ദേശത്ത് അവർ വസിക്കും. അവരവിടെ സുരക്ഷിതരായിരിക്കും. അവർ വീട് പണിയുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും ചെയ്യും. അവരോട് അവജ്ഞയോടെ പെരുമാറിയ ചുറ്റുമുള്ളവരുടെ മേൽ ഞാൻ വിധി നടത്തുമ്പോൾ അവർ സുരക്ഷിതരായിരിക്കും. ഞാനാണ്
തങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ അവരറിയും. 29-ാം അധ്യായം. ഈജിപ്തിനെതിരെ. 10-ാം വർഷം 10-ാം മാസം 12-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്ത് രാജാവായ ഫറവോയുടെ നേരെ മുഖം തിരിച്ച് അവനും ഈജിപ്ത് മുഴുവനുമെതിരെ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്ത് രാജാവായ ഫറവോ, നൈൽ എൻ്റേതാണ്, ഞാനാണ് അത് നിർമ്മിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നദികളുടെ മധ്യേ ശയിക്കുന്ന മഹാസർപ്പമേ, ഞാൻ നിനക്കെതിരാണ്. നിന്റെ കടവായിൽ ഞാൻ ചൂണ്ട കോർക്കും. നിന്റെ നദികളിലെ മത്സ്യങ്ങളെയെല്ലാം നിന്റെ ശൽക്കങ്ങളിൽ ഞാൻ ഒട്ടിക്കും. എന്നിട്ട് അവയോടുകൂടെ നിന്നെ ഞാൻ വെള്ളത്തിൽ നിന്ന് വലിച്ചു പുറത്തിടും. നിന്നെയും നിന്റെ നദികളിലെ മത്സ്യങ്ങളെയും ഞാൻ മരുഭൂമിയിലേക്ക് വലിച്ചെറിയും. അവിടെ തുറസായ സ്ഥലത്ത് നീ ചെന്ന് വീഴും. ആരും നിന്നെ ഒന്നിച്ചു കൂട്ടുകയോ മറവ് ചെയ്യുകയോ ഇല്ല. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പറവകൾക്കും നിന്നെ ഞാൻ ഇരയാക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ ഈജിപ്ത് നിവാസികളെല്ലാം അറിയും. എന്തെന്നാൽ ഇസ്രായേൽ ഭവനത്തിന് നീ ഒരു ഞാങ്ങണ വടിയായിരുന്നു. അവർ പിടിച്ചപ്പോൾ നീ ഒടിഞ്ഞു, അവരുടെ തോൾ കീറി. അവർ നിന്റെ മേൽ ചാരിയപ്പോൾ നീ ഒടിഞ്ഞു, അവരുടെ നടുവ് ഇളകിപ്പോയി. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ മേൽ വാളയക്കും. മനുഷ്യരെയും മൃഗങ്ങളെയും നിന്നിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കും. ഈജിപ്ത് വിജനവും ശൂന്യവുമാകും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവരറിയും. നൈൽ എൻ്റേതാണ്, ഞാനാണ് അതുണ്ടാക്കിയത് എന്ന് നീ പറഞ്ഞു. അതിനാൽ ഞാൻ നിനക്കും നിന്റെ നദികൾക്കും എതിരാണ്. മിഗ്ദോൽ മുതൽ സെവേനഗോ പുരം വരെ എത്തിയോപ്യയുടെ അതിർത്തിയോളം ഈജിപ്തിനെ ഞാൻ ശൂന്യവും വിജനവുമാക്കും. മനുഷ്യനോ മൃഗങ്ങളോ അതിലൂടെ സഞ്ചരിക്കുകയില്ല. 40 വർഷത്തേക്ക് അതിലാരും വസിക്കുകയില്ല. നിർജ്ജന ദേശങ്ങളുടെ മധ്യേ ഈജിപ്തിനെയും ഞാൻ നിർജ്ജനമാക്കും. ശൂന്യമാക്കപ്പെട്ട നഗരങ്ങളുടെ കൂടെ 40 വർഷത്തേക്ക് അവളുടെ നഗരങ്ങളും ശൂന്യമായി കിടക്കും. ഈജിപ്തുകാരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഞാൻ ചിതറിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ചിതറിപ്പാർത്തിരുന്ന ദേശങ്ങളിൽ നിന്ന് 40 വർഷം കഴിയുമ്പോൾ ഞാൻ ഈജിപ്തുകാരെ ഒന്നിച്ചുകൂട്ടും. അവരുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കും. തങ്ങളുടെ ജന്മദേശമായ പാത്രോസിലേക്ക് ഞാൻ അവരെ തിരികെ കൊണ്ടുവരും. അവിടെ അവർ ഒരു എളിയ രാജ്യമാകും. അത് മറ്റെല്ലാ രാജ്യങ്ങളെയും കാൾ എളിയതായിരിക്കും. ഇനി ഒരിക്കലും അത് മറ്റു ജനതകളുടെ മേൽ ഉയരുകയില്ല. അവരെ ഭരിക്കാനാവാത്ത വിധം ഞാൻ അതിനെ ചെറുതാക്കും. ഇസ്രായേൽ ഇനിമേൽ ഈജിപ്തിനെ ആശ്രയിക്കുകയില്ല. എന്തെന്നാൽ സഹായത്തിന് അങ്ങോട്ട് തിരിയുമ്പോൾ തങ്ങളുടെ തെറ്റിനെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവരറിയും. 27-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ടൈറിനെതിരെ തൻ്റെ സൈന്യത്തെ കൊണ്ട് കഠിനമായി പൊരുതിച്ചു. എല്ലാ തലയും കഷണ്ടിയായി, എല്ലാ തോളിലെയും തൊലിയൊരിഞ്ഞുപോയി. എന്നിട്ടും അവനോ അവൻ്റെ സൈന്യത്തിനോ ടൈറിനെതിരെ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമൊന്നും ലഭിച്ചില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്ത് ദേശം ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന് ഞാൻ നൽകും. അവൻ അവിടുത്തെ സമ്പത്തെല്ലാം തട്ടിയെടുക്കും. അവൻ അവിടം കൊള്ളയടിക്കുകയും കുത്തിക്കവരുകയും ചെയ്യും. ഇതായിരിക്കും അവൻ്റെ സൈന്യത്തിന് പ്രതിഫലം. അവൻ്റെ കഠിന അധ്വാനത്തിന് പ്രതിഫലമായി ഈജിപ്ത് ദേശം ഞാൻ കൊടുത്തിരിക്കുന്നു. എന്തെന്നാൽ അവൻ എനിക്ക് വേണ്ടി അധ്വാനിച്ചു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഇസ്രായേൽ ഭവനത്തിന് ഞാൻ ഒരു കൊമ്പ് മുളപ്പിക്കും. അവരുടെ മധ്യേ ഞാൻ നിന്റെ വാ തുറക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവരറിയും. 30-ാം അധ്യായം. ഈജിപ്തിന് ശിക്ഷ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിലവിളിക്കുക. അതാ ദുരിതത്തിൻ്റെ ദിനം, ദിവസം അടുത്തു. കർത്താവിൻ്റെ ദിനം സമാഗതമായി. അത് കാർമൂടിയ ദിവസമായിരിക്കും. ജനതകളുടെ നാശമുഹൂർത്തമാണത്. ഈജിപ്തിൻ്റെ മേൽ വാൾ പതിക്കും. എത്തിയോപ്യ കഠിന വേദനയാൽ പുളയും. ഈജിപ്തിൽ ജനം നിഹനിക്കപ്പെടുകയും ധനം അപഹരിക്കപ്പെടുകയും അവളുടെ അടിസ്ഥാനം തകർക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ എത്തിയോപ്യ, പുത്ത്, ലൂദ്, അറേബ്യ, ലിബിയ എന്നിവയും സഖ്യദേശങ്ങളും
അവരോടൊപ്പം വാളിനിരയാകും. കർത്താവ് അരുളി ചെയ്യുന്നു. ഈജിപ്തിനെ പിന്താങ്ങുന്നവർ നിലംപതിക്കും. അവളുടെ ഉദ്ധത വീര്യം നശിക്കും. മിഗ്ദോൽ മുതൽ സെവേനെ വരെയുള്ളവർ വാളിനിരയാകും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിർജ്ജന രാജ്യങ്ങളുടെ മധ്യേ അവളും നിർജ്ജനമാകും. ശൂന്യ നഗരങ്ങളുടെ മധ്യേ അവളുടെ നഗരങ്ങളും ശൂന്യമാകും. ഈജിപ്തിനെ ഞാൻ അഗ്നിക്കിരയാക്കുകയും അവളുടെ സഹായകർ തകർക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവരറിയും. അപകട ഭീതിയില്ലാത്ത എത്തിയോപ്യരെ പരിഭ്രാന്തരാക്കാൻ ദൂതന്മാർ എൻ്റെ അടുത്ത് നിന്ന് കപ്പലുകളിൽ പുറപ്പെടും. ഈജിപ്തിൻ്റെ വിനാശകാലത്ത് അവർ പരിഭ്രാന്തരാകും. അതാ അത് വന്നു കഴിഞ്ഞു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിൻ്റെ കരങ്ങളാൽ ഈജിപ്തിൻ്റെ സമ്പത്ത് ഞാൻ ഇല്ലാതാക്കും. ഈജിപ്ത് നശിപ്പിക്കേണ്ടതിന് അവനെയും അവൻ്റെ കൂടെയുള്ളവരെയും ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരെ തന്നെ ഞാൻ കൊണ്ടുവരും. ഈജിപ്തിനെതിരെ അവർ വാളൂരും. മൃതശരീരങ്ങളാൽ ദേശം നിറയും. ഞാൻ നയിൽ വറ്റിച്ചു കളയും. നാട് ദുഷ്ടന്മാർക്ക് വിൽക്കും. വിദേശീയരുടെ കരങ്ങളാൽ ആ ദേശവും അതിലുള്ള സമസ്തവും ഞാൻ ശൂന്യമാക്കും. കർത്താവായ ഞാനാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ വിഗ്രഹങ്ങൾ നശിപ്പിക്കും. മെംഫിസിലെ പ്രതിമകൾ ഉടച്ചു കളയും. ഈജിപ്തിൽ ഇനിമേൽ ഒരു രാജാവ് ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഞാൻ ഈജിപ്തിൽ ഭീതി ഉളവാക്കും. ഞാൻ പാത്രോസിനെ ശൂന്യമാക്കും. സോവാനെ അഗ്നിക്കിരയാക്കും. തേബസിൽ ന്യായവിധി നടത്തും. ഈജിപ്തിൻ്റെ ശക്തിദുർഗമായ സിനിൻ്റെ മേൽ ഞാൻ ക്രോധം വർഷിക്കും. തേബസിലെ ജനങ്ങളെ നിഗ്രഹിക്കും. ഈജിപ്തിനെ ഞാൻ അഗ്നിക്കിരയാക്കും. സിൻ തീവ്രവേദന അനുഭവിക്കും. തേബസ് ഭേദിക്കപ്പെടും. അതിൻ്റെ കോട്ടകൾ തകർക്കപ്പെടും. ഓനിലെയും പിബേസത്തിലെയും യുവാക്കൾ വാളിനിരയാകും. ആ നഗരങ്ങൾ അടിമത്തത്തിൽ നിബദിക്കും. തെഹഫ്നെഹസിൽ വെച്ച് ഈജിപ്തിൻ്റെ ആധിപത്യം ഞാൻ തകർക്കുമ്പോൾ അവിടെ പകൽ ഇരുണ്ടുപോകും. അവളുടെ ശക്തി ഗർവം അവസാനിക്കും. അവളെ മേഘം മൂടും. അവളുടെ പുത്രിമാർ അടിമകളാകും. ഇപ്രകാരം ഈജിപ്തിൽ ഞാൻ ന്യായവിധി നടത്തും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവരറിയും. 11-ാം വർഷം 1-ാം മാസം 7-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു. മനുഷ്യപുത്ര, ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കരം ഞാൻ തകർത്തിരിക്കുന്നു. വാളെടുക്കാൻ വീണ്ടും ശക്തി ലഭിക്കത്തക്ക വിധം സുഖപ്പെടാൻ അത് വെച്ച് കെട്ടിയിട്ടുമില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഈജിപ്ത് രാജാവായ ഫറവോയ്ക്ക് ഞാൻ എതിരാണ്. അവൻ്റെ ബലിഷ്ഠമായ കരവും ഒടിഞ്ഞ കരവും രണ്ടും ഞാൻ ഒടിക്കും. അവൻ്റെ കയ്യിൽ നിന്ന് വാൾ താഴെ വീഴും. ഈജിപ്തുകാരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഞാൻ ചിതറിക്കും. ബാബിലോൺ രാജാവിൻ്റെ കരം ഞാൻ ശക്തമാക്കും. എൻ്റെ വാൾ അവൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. എന്നാൽ ഫറവോയുടെ കരങ്ങൾ ഞാൻ തകർക്കും. മാരകമായ മുറിവേറ്റവനെ പോലെ ഫറവോ അവൻ്റെ മുൻപിൽ ഞരങ്ങും. ബാബിലോൺ രാജാവിൻ്റെ കരങ്ങൾ ഞാൻ ശക്തമാക്കും. എന്നാൽ ഫറവോയുടെ കൈകൾ തളർത്തും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവരറിയും. ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ വാൾ ഏൽപ്പിക്കുമ്പോൾ അവനത് ഈജിപ്തിനെതിരെ ഉയർത്തും. ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഈജിപ്തിനെ ഞാൻ ചിതറിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവരറിയും.